ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ 2 ഫ്ലോറിലായിട്ട് ഹാൻഡ് പിക്കഡ് കോൺസെപ്റ്റിലാണ് അൺസ്റ്റിച്ചഡ് സൽവാർ സ്യൂട്ട്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ ഒരു പീസിൻ്റെ തന്നെ 10 പീസോ അല്ലെങ്കിൽ ഒരു ഡിസൈനിൻ്റെ 5 കളർ മാച്ചിങ്ങിൻ്റെ 5 സെറ്റ് എടുക്കണം. ഇങ്ങനെയുള്ള രീതിക്കല്ല നമ്മൾ ഹോൾസെയിൽ ചെയ്ത് പോകുന്നത്. ശരിക്കും ഈ സ്റ്റോറിൽ നിന്ന് ഹാൻഡ് പിക്കഡ് ആയിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് പാർട്ടി വെയർ ആവാം, അല്ല എങ്കിൽ ഡെയിലി വെയർ കോൺസെപ്റ്റിൽ എടുക്കുന്നതായിരിക്കാം, കോട്ടൺ ആവാം, എന്താണേലും പിക്ക് ചെയ്തെടുക്കാം, ചൂസ് ചെയ്തെടുക്കാം, ഓരോ പീസായിട്ട്. അങ്ങനെ 25 പീസിന് മുകളിലാണ് എങ്കിൽ ഒരു സ്പെഷ്യൽ റേറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനൊരു അഡ്വാൻറ്റേജ് 2 പേർക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, കൗണ്ടറിൽ റീഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, എന്നുവെച്ചാൽ പർച്ചേസ് കുറച്ച് ഷോർട്ടുണ്ട്, എന്നാൽ അടുത്ത് വന്നിട്ട് കുറച്ച് സൽവാർ സെറ്റ് കയറ്റിയേക്കാം, അങ്ങനെ ഉപയോഗിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അൺസ്റ്റിച്ചഡ് സൽവാർ സ്യൂട്ട്സിൻ്റെ കൗണ്ടറുള്ള ബിസിനസ് ഓണേഴ്സിന് ഇതൊരു ഓപ്ഷനായിട്ട് എടുക്കാം. ഇല്ല എങ്കിൽ രണ്ടാമത്തെ, ഓൺലൈനിലോ അല്ല എങ്കിൽ ഓഫ്ലൈനിലോ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഈ സൽവാർ സ്റ്റുഡിയോ ഒരു ഓപ്ഷനാണെന്ന് പറയും. അതിൻ്റെ കാരണം, ഡെഡ് സ്റ്റോക്കിന് പേടിക്കേണ്ട. അതാണ് അതിൻ്റെ അകത്തുള്ള കറക്റ്റ് വാക്ക്. ഡെഡ് സ്റ്റോക്കിനെ പേടിക്കേണ്ട. നമുക്ക് വിറ്റ് പോകുമെന്ന് ഉറപ്പുള്ളത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ബിസിനസ് ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ട് അറിയാം. അല്ലാത്തവർ, പർച്ചേസിന് പോയി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് തോന്നും നമുക്കിഷ്ടമുള്ളതല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെയല്ല ശരിക്കും ഹോൾസെയിലിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു കെട്ടിൻ്റെ അകത്ത് ഒരു ഡിസൈൻ, അതിൻ്റെ അകത്ത് 5 കളർ മാച്ചിങ് വന്നേ, അങ്ങനെയാണ് എങ്കിൽ ആ 5 എടുത്തോളണം. അല്ല എങ്കിൽ ഒരു സിംഗിൾ പീസാണ്, ഒരു പ്രിൻ്റാണ്, അതിൻ്റെ അകത്ത് ഒരു കെട്ടിൽ 5 പീസാണെങ്കിൽ 5 പീസ് എടുത്തോളണം, അല്ലെങ്കിൽ 10 പീസാണെങ്കിൽ 10 പീസ് എടുത്തോളണം. അതിനെ ഓരോന്നായിട്ട് ചൂസ് ചെയ്യായിട്ട് എടുക്കാൻ സാധിക്കില്ല. അതിനുള്ളൊരു ഓപ്ഷനാണ് ഞാൻ നമ്മുടെ മെലാഞ്ചിൽ സൽവാർ സ്റ്റുഡിയോയിൽ ലിസ്റ്റ് ചെയ്ത് കൊടുത്തത്. നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് വിറ്റ് പോകുമെന്ന് കോൺഫിഡൻസ് ഉള്ളത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അത് വലിയ MOQയിലേക്ക് പോകണ്ട. 25 പീസിന് മുകളിലോട്ടുള്ളത് നമ്മുടെ കടയിൽ മൊത്തം വന്ന് കയറി നോക്കി, ഇഷ്ടമുള്ള 25 പീസേ കിട്ടിയുള്ളൂ, കുഴപ്പമില്ല. 50 പീസേ കിട്ടിയുള്ളൂ, 100 പീസേ കിട്ടിയുള്ളൂ, കുഴപ്പമില്ല. അത് മാത്രം എടുത്താൽ മതി. നമുക്ക് വിറ്റ് പോകുമെന്ന് ഉറപ്പുള്ളത് മാത്രം എടുക്കുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ല എങ്കിൽ റാൻഡമായിട്ട് കുറച്ച് പീസുകൾ എടുത്ത് കൗണ്ടർ റീഫില്ല് ചെയ്യുക. ഇതാണ് സൽവാർ സ്റ്റുഡിയോയിൽ ഹോൾസെയിലായിട്ട് അൺസ്റ്റിച്ചഡ് സൽവാർ സ്യൂട്ട്സ് എടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയും, നല്ലൊരു ഓപ്ഷനാണ് മാർക്കറ്റിൽ ഇങ്ങനെ ഈ സ്ഥാപനം ചെയ്തിട്ടുള്ളത്. കാരണം ഡെഡ് സ്റ്റോക്കിനെ പേടിക്കാതെ ആവശ്യമുള്ളത്, വിറ്റുപോകുമെന്ന് ഉറപ്പുള്ളത് മാത്രം എടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. അല്ല എങ്കിൽ കൗണ്ടറിൽ റീഫിൽ ചെയ്യാൻ പറ്റും. രണ്ടായാലും നല്ല ഓപ്ഷൻസാണ്. അപ്പോൾ ചിലവർ പറയും, പിന്നെ ഈ ബിബിൻ പറയിപ്പോൾ ഇങ്ങനെ ഇൻസ്പയർ ആയിട്ട് ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ ഓൺലൈൻ, എല്ലായിടത്തും ഓൺലൈനിൽ ചെയ്യുന്നത്, ഞങ്ങളും ഒരു ഓൺലൈനാണ് ചെയ്ത് നോക്കട്ടെ, സൈഡിൽ കൂടെ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ കുറച്ച് ചെറിയൊരു ഓൺലൈൻ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞു വരും. ചിലവർ അത് മറ്റുള്ളവർ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരൊരാൾ ബിസിനസ് ചെയ്യുന്നത് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ്സാണ് എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഉള്ളിലൊരു ഫയറും നമ്മുടെ ഉള്ളിലൊരു പാഷനും ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഞാൻ ജസ്റ്റ് എംപ്ലോയി അല്ല, എനിക്ക് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഓണറാവണം, എനിക്ക് ജസ്റ്റ് ഒരു ലിമിറ്റഡായിട്ട് 10,000, 50,000, 20,000 ശമ്പളം കിട്ടുന്ന ഒരാളല്ല, എനിക്കൊരു കച്ചവടം ചെയ്യുന്ന ആളാവണം. എനിക്ക് ഞങ്ങൾ ഇന്ന് ജീവിച്ചതുപോലെയല്ല നാളെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു സാലറിഡ് എംപ്ലോയി ആയിട്ടൊരു ഫിക്സഡ് ഇൻകം ആയല്ല പോകേണ്ടത്. ഞാൻ പണിയെടുക്കാൻ തയ്യാറാണ്, അതിനനുസരിച്ച് എനിക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ സൽവാർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. പണിയെടുത്താൽ വിജയിക്കും, അല്ല എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്താൽ അതിലെനിക്ക് 100% ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ പറയും, നമ്മുടെ അപ്പയുടെ അമ്മയുടെയും കാശൊക്കെ എടുത്ത്, അല്ല എങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ പൈസ എടുത്ത് ചെയ്തു നോക്കാം, പോയാൽ പോട്ടെ, പോയില്ലെങ്കിൽ പോട്ടെ, അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു സാധനമല്ല കച്ചവടം എന്ന് പറയുന്നത്. നമ്മൾ കച്ചവടത്തിൽ ഇറങ്ങിയാൽ 2 ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ ഈ വാൾപ്പയറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഒന്നുകിൽ കച്ചവടത്തിൽ നമുക്ക് ജയിച്ച് കയറാം, ഇല്ല എങ്കിൽ നമ്മൾ താഴെ പോകും. ആ താഴെ പോയാൽ നമ്മൾ അടുത്ത 5 വർഷമോ 3 വർഷമോ 10 വർഷമോ പണിയെടുക്കുന്നത് മുഴുവൻ ഈ ലൈബിലിറ്റി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും.
ഒന്നാലോചിച്ച് നോക്കി, ഒരാളുടെ ഭാവി തന്നെ പോവും, നല്ലൊരു പ്രായം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ പറയും, കച്ചവടത്തിലേക്ക് ടൈം പാസിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഇൻസ്പയർ ആയിട്ടോ ഇറങ്ങരുത്. നമ്മുടെ ഉള്ളിലൊരു ഫയറുണ്ട് എങ്കിൽ ഇറങ്ങാം. ഞാൻ ആ ഫയർ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും പോരാ. ഞാൻ ഒരു കാര്യം ചെയ്താൽ അതിൽ 100% സക്സസ് ആകും എന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ഞാൻ ഉപദേശിക്കുമെന്ന് പറയണത് വിചാരിക്കരുത്, പറഞ്ഞപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു കാര്യം, നമ്മളൊരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും നന്നായി ജോലി ചെയ്യാൻ വേറൊരാൾക്ക് സാധിക്കരുത്. ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി ഏറ്റവും ഭംഗിയായി ചെയ്തു എന്ന് ഒരു എംപ്ലോയിക്ക് എപ്പോൾ തോന്നിയോ അവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറായി എന്നതിൻ്റെ അർത്ഥം. ലൂസായിട്ട് ജോലി ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നന്നായി വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കും? ഒരിക്കലുമില്ല. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ പെർഫെക്റ്റ് ആവുക. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുക അത് നമ്മളെക്കാൾ നന്നായി ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് കൊണ്ടുവരിക. നമ്മൾ 100% ജോലി ചെയ്തു. ചിലപ്പോൾ എങ്കിൽ ശരിയാവും, ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അതുപോലെ തന്നെ നമ്മൾ നന്നായി ജോലി ചെയ്തു, പക്ഷേ റിസൾട്ട് ചിലപ്പോൾ എങ്കിൽ 0 ആയിരുന്നു. പക്ഷേ നന്നായി ജോലി ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഫ്യൂച്ചറുണ്ട്, ഒരു നല്ല ഫ്യൂച്ചറുണ്ട്. ഞാൻ പറയണത് കച്ചവടം എല്ലാവർക്കും പറ്റിയ പണിയല്ല. കുറേ ആളുകൾ വരുന്നുണ്ട്, ഇടയ്ക്ക് കണ്ട് വർത്താനം പറയും. 3 പേര് കൂടിയിട്ട് 10, 50, 100 സൽവാർ സെറ്റ് എടുത്ത് പോയിട്ട് കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാൾ പൈസ മുടക്കാമെന്ന് പറഞ്ഞു, ഒരാൾ പണിയെടുക്കാമെന്ന് പറഞ്ഞു, ഒരാൾ ബാക്കി ഞാൻ മൊത്തത്തിലങ്ങ് കൂടി നിൽക്കാം. ഇങ്ങനെയുള്ളതല്ല കച്ചവടം എന്ന് ഞാൻ പറഞ്ഞു. കച്ചവടത്തിന് സീരിയസ് ആയിട്ട് തന്നെ കാണണം. ഹസ്ബൻഡിൻ്റെ പൈസ അല്ലെങ്കിൽ അപ്പയുടെയോ അമ്മയുടെയോ മറ്റുള്ളവരെ പൈസ കണ്ടിട്ട് നമ്മൾ കച്ചവടത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്കത് പെട്ടെന്ന് മടുപ്പായിട്ട് തോന്നും. നമ്മൾ സമാധാനത്തോടെ പോകുന്ന ഒരു എംപ്ലോയി ആയിരിക്കും. നമ്മൾ സമാധാനത്തോടെ ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി പോകുന്ന ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. ഇങ്ങനെയൊക്കെ ഒരാൾ കച്ചവടത്തിലോട്ട് വരുമ്പോൾ അതിൻ്റേതായ പ്രഷർ ഉണ്ടാകും, അതിൻ്റേതായ റിസൾട്ടും ഉണ്ട്. ആ റിസൾട്ടിന് പോലെ തന്നെ അത്രയും പ്രഷറും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം കച്ചവടത്തിലേക്ക് വരാൻ. അല്ലാതെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് ഹോൾസെയിൽ എടുക്കാം, അല്ലെങ്കിൽ പുറത്ത് കുറേ തുണി എടുക്കാം, അവർ ചെയ്ത് സക്സസ് ആയി, ഇവർ ചെയ്ത് സക്സസ് ആയി, അതുകൊണ്ട് ഞാനും ചെയ്ത് സക്സസ് ആക്കും എന്നല്ല. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ 100% ഇടാൻ പറ്റുമെങ്കിൽ മാത്രമേ കച്ചവടത്തിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ ആ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്. കുറേയധികം ആളുകൾ വരുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്ത് പോകുന്നുമുണ്ട്. പക്ഷേ എല്ലാവരും സക്സസ് ആയിട്ട് കാണില്ല. ഒരു പകുതി ആൾക്കാരോളം അവർ വീണ്ടും വീണ്ടും കൗണ്ടർ ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് പകുതി ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്, അതിങ്ങ് ശരിയായില്ല അത് വിട്ടു, അതിങ്ങ് ശരിയായില്ല അത് വിട്ടു. അവർ പർച്ചേസിന് വരുന്നുണ്ട്, പിന്നെ റീറ്റെയിൽ പർച്ചേസിനൊക്കെ വരും. എന്തായി മറ്റേത് നോക്കിയിട്ടെന്ന് പറയുമ്പോൾ സ്റ്റാഫൊക്കെ പറയുമ്പോൾ അത് വിട്ടു, അതൊന്നും നമുക്ക് പറ്റില്ല, അതാ എൻ്റെ അവർക്കൊരു ഇതുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും ശരിയാവില്ല, എനിക്ക് ആ തിരക്കായിട്ട് അതൊന്നും കിട്ടുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, ഇങ്ങനെ പറഞ്ഞ് ലൂസാക്കി വിടുന്നു. അപ്പോൾ ആ മുടക്കിയ പൈസ പോയില്ലേ? പൈസ നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്നതല്ലേ? അപ്പയുടെയോ അമ്മയുടെയോ ഹസ്ബൻഡിൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ പണമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്ത് കൂട്ടി വെച്ചേക്കുന്നതോ ലോൺ എടുത്തോ പൈസ ആയിരിക്കാം. പക്ഷേ പണം തന്നെയാണ്. ലൂസാക്കി കളയരുത്. കച്ചവടം എല്ലാവർക്കും ഉള്ളതല്ല. അത് ചെയ്യണമെങ്കിൽ ഉള്ളിലൊരു ഫയർ വേണം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ 100% എന്ന് നമുക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ നമുക്കൊരു കച്ചവടം നടത്താം. അതിന് മുമ്പ് വേണ്ട. താങ്ക് യു സോ മച്ച്.